കന്നി അംഗത്തിൽ പ്രിയങ്കയുടെ തേരോട്ടം. വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ തൻ്റെ കന്നി അംഗത്തിൽ തകർപ്പൻ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി. ഭൂരിപക്ഷം എത്രയെന്ന് മാത്രമായിരുന്നു വോട്ടെടുപ്പിന് മുമ്പ് വയനാട്ടിലുണ്ടായിരുന്ന ചർച്ച. അതിനുള്ള ഉത്തരം 4,10,931 എന്നാണ് വോട്ടെണ്ണൽ പൂർത്തിയാകുമ്പോൾ ലഭിക്കുന്നത്. മണ്ഡലത്തിലെയും കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിലെയും ഏറ്റവും വലിയ രണ്ടാമത്തെ ഭൂരിപക്ഷമാണ് പ്രിയങ്കയ്ക്ക് വയനാട്ടുകാർ നൽകിയത്. രാവിലെ പോസ്റ്റൽ വോട്ടുകൾ എണ്ണിത്തുടങ്ങിയപ്പോൾ മുതൽ ഒരു ഘട്ടത്തിൽ പോലും പ്രിയങ്ക ഗാന്ധി പിന്നിൽ പോയിട്ടില്ല. പടിപടിയായി തൻ്റെ ഭൂരിപക്ഷം ഉയർത്തിക്കൊണ്ടായിരുന്നു അവർ സഹോദരൻ രാഹുൽ ഗാന്ധിയുടെ പിൻഗാമിയായി മാറിയത്. ആകെ പോൾ ചെയ്തതിൽ 64.99% വോട്ടുകളും പെട്ടിയിലാക്കി പ്രിയങ്ക നേടിയത് 6,22,338 വോട്ടുകളാണ്. തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥിയായ സത്യൻ മൊകേരിക്ക് ലഭിച്ചതാകട്ടെ വെറും 2,11,407 വോട്ടുകൾ മാത്രം. പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷത്തേക്കാൾ 2 ലക്ഷത്തോളം വോട്ടുകളുടെ കുറവാണ് അദ്ദേഹത്തിനുണ്ടായത്. 2014 കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന MA ഷേനവാസിനോട് കടുത്ത മത്സരത്തിനൊടുവിൽ വെറും 20,870 വോട്ടുകൾക്ക് മാത്രമാണ് സത്യൻ മൊകേരി അന്ന് തോറ്റത്. 3,56,165 വോട്ടുകൾ അന്ന് അദ്ദേഹം സ്വന്തമാക്കി. മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥിയും കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലറുമായ നവ്യ ഹരിദാസിന് കെട്ടിവെച്ച കാശും നഷ്ടമായി. 1,09,939 വോട്ടുകളാണ് നവ്യക്ക് ആകെ ലഭിച്ചത്. 2024 BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രന് 1,41,045 വോട്ടുകൾ ലഭിച്ചിരുന്നു. മണ്ഡലത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം 2019 രാഹുൽ ഗാന്ധി നേടിയതാണ്. 4,31,770 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് 2019 രാഹുൽ ഗാന്ധി വിജയിച്ചത്. 2024 രാഹുൽ ഗാന്ധി നേടിയ 3,64,442 വോട്ടുകളുടെ ഭൂരിപക്ഷത്തെ മറികടന്നാണ് പ്രിയങ്ക ഗാന്ധി ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. വോട്ടിംഗ് ശതമാനം കുറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ 2019 രാഹുൽ ഗാന്ധിയുടെ റെക്കോർഡും പ്രിയങ്കയ്ക്ക് മറികടക്കാൻ സാധിക്കുമായിരുന്നു എന്നാണ് കോൺഗ്രസ് ക്യാമ്പ് കരുതുന്നത്.